മലയാണ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 9ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി 1ാമത്തെ യൂണിറ്റിലെ ശാന്തിനികേതനം എന്ന പാഠഭാഗമാണ്. 1863 ദേവേന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനം ആരംഭിച്ചത്. 1901 അദ്ദേഹത്തിന്റെ മകൻ രവീന്ദ്രനാഥ ടാഗോർ ഒരു വിദ്യാലയമായും കലാകേന്ദ്രവുമായി ഇതിനെ മാറ്റി. കൊൽക്കത്തയിലെ ബിർഭും ജില്ലയിലെ ബോൽപൂർ ഗ്രാമത്തിലാണ് ശാന്തിനികേതനം സ്ഥിതി ചെയ്യുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഇടം എന്ന അർത്ഥത്തിലാണ് ശാന്തിനികേതനം എന്ന പേര് നൽകിയത്. നോബൽ സമ്മാനത്തിന്റെ ഭാഗമായി ലഭിച്ച തുക മുഴുവൻ ടാഗോർ ശാന്തിനികേതനത്തിനായി മാറ്റിവെച്ചു. 1921 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി മാറി. 1951 ഇത് കേന്ദ്ര സർവകലാശാലയാക്കി ഉയർത്തി. എത്ര വിശ്വം ഭവത്യേകനീടം, ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു എന്നതാണ് ആ കലാലയത്തിന്റെ മുദ്രാവാക്യം. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ശാന്തിനികേതനത്തിലേക്ക് SK പൊറ്റക്കാട് നടത്തിയ ഒരു യാത്രാ അനുഭവമാണ് ശാന്തിനികേതനം എന്ന പാഠഭാഗം. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ശാന്തിനികേതനം കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരങ്ങാടി കിടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക. നഗരത്തിൻ്റെ നിരന്തരമായ ഖരഖര ആരവത്തിൽ നിന്നും നമുക്ക് തെല്ലിട നിർവൃത്തി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമൂകമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നു. ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന 3 മൈൽ നീളമുള്ള പാത മുന്നിൽ കാണുന്നു. കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞു കുഴിഞ്ഞു ചേടി മണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു. ടാഗോറിന്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതെങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും, തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം, തിരിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല. നമുക്ക് ശാന്തിനികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം. പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലുദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും. അവിടുന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല. നാം സംശയിക്കുന്നു, വിശ്വവിഖ്യാതമായ ആ സർവകലാശാലയുടെ. ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു, ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ്? അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു. പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് 4 പാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു, ഇതെല്ലാം തന്നെ ശാന്തിനികേതനം.
നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു. നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു. പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു. അതെ, ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള ശൃംഗങ്ങളും സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുരദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല. ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. വായുവിൽ സംഗീത വീജികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾച്ചേർന്നു കിടക്കുന്നു. പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും നമുക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും, കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എത്ര നന്നായി എന്ന്. കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരു എളിയ പർണശാലയാണ് വിശ്രുതമായ കലാഭവനം. വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത്. വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിന്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. 1922 ഇത് തുടങ്ങിയത്. ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിശ്രുത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിനു പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയും ഉണ്ട്. ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു. കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരൊന്നാന്തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട്. സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം. ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ഒരു ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്നു തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളീഗൃഹത്തിനു മാറ്റുകൂട്ടുന്നു. കലാഭവനത്തിൻ്റെ പടിഞ്ഞാറുവശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സംഗീതത്തിലും നൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ 2 നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു. വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ശ്രീനികേതനം. ശാന്തിനികേതനത്തേക്കാൾ വിശാലമായ ഒരു സ്ഥലമാണത്. തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരു അടിത്തറമേൽ ദേശീയ ആദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചുവരുന്ന തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കുഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് 1922 മഹാകവി ശാന്തിനികേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത്. ഏതുതരം ഗ്രാമീണ പര്യവേക്ഷണങ്ങൾക്കും പറ്റിയ ഒരൊതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിനുള്ളത്. യാത്രാസ്മരണകൾ SK പൊറ്റക്കാട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത സുജാത ദേവിയുടെ കത്തിൽ യാത്രയിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ അവർ ജീവിത പാഠങ്ങളായി മാറ്റുകയായിരുന്നു. എന്നാൽ SKയുടെ യാത്രാനുഭവം ശാന്തിനികേതനം എന്ന സ്ഥാപനത്തെ വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. സ്മാരകം എന്ന കവിതയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.